വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു മിക്സ് ഓഫ് ഫുഡാണ് ഞാൻ ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ഹോൾ വീക്കിലോട്ട് ചെറിയൊരു പ്ലാനിങ്ങും. അതിലാദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സ് ഫ്രൂട്ട് ജാമാണ്. ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറേ ബാക്കി വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോബെറീസ്, ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സ്, ഓറഞ്ച്, ഗ്രീൻ ഗ്രേപ്സ്, ആപ്പിൾ, കിവി, അങ്ങനെ പൈനാപ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രൂട്ട്സും തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. കൈകൊണ്ട് മാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചങ്കി പീസസ് അതിൽ ജാമിലുണ്ടാവും. ഇത് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യിക്കാം. ബോയിലായി വരുമ്പോൾ ഒരു ഹാഫ് കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. എഗെയിൻ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ ബോയിൽ ചെയ്യിക്കുക. തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്തത് ബനാന ചിപ്സ്. ഞങ്ങളുടെ വീട്ടിൽ ഫ്രൈഡ് ഐറ്റംസ് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ചിപ്സ് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ചെയ്തത് ബനാന ചിപ്സാണ്. പൊട്ടാറ്റോ ചിപ്സ് ആണെങ്കിലും ടാപ്പിയോക്ക ചിപ്സ് ആണെങ്കിലും ബീട്രൂട്ട് ചിപ്സൊക്കെ ആണെങ്കിലും ഞങ്ങളിടയ്ക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കെപ്പോഴും വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ഓർക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മടി വരുന്നത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് ഭയങ്കര ഈസിയാണ്. അത് വേസ്റ്റ് വരാതെ എല്ലാം തന്നെ തീരുകയും ചെയ്യും. ഞാനിങ്ങനെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാക്കാൻ കാരണം പരമാവധി നമുക്ക് പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിൽ തന്നെയാണെങ്കിലും കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ പല ഡിഷസായിട്ട് ഇരിക്കുമ്പോൾ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ജാമിൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യേണ്ടത്. ലൈം ജ്യൂസ് ആഡ് ചെയ്തിട്ടും എഗെയിൻ സ്റ്റർ ചെയ്ത് നന്നായിട്ട് ഒന്ന് ജാമിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ ബോയിൽ ചെയ്യിക്കാം. ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം അത് കണ്ടെയ്നറിലാക്കി വെക്കാനായിട്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്തത് ഹോം മെയ്ഡ് റാഗി പൗഡറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് 2 kg ഞാൻ എപ്പോഴും ഒരു 2 മാസം കൂടുമ്പോൾ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഡിഷ് പിക്കിൾ ഷാലറ്റ്സ്. ഇത് ഞാൻ എല്ലാ വീക്കും തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഡിഷാണ്. ബോട്ടിൽ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ച് ക്ലീൻ ചെയ്ത് ഉള്ളി ആഡ് ചെയ്യുക. അതിലോട്ട് വാട്ടർ, സോൾട്ട്, വിനീഗർ ഇത്രയും ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം ആഡ് ചെയ്യുക. ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുക. നന്നായിട്ട് ഷേക്ക് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യുക. 2 ദിവസം കഴിഞ്ഞത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഡിഷ് മാരിനേറ്റഡ് പ്രോൺസ്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ, സ്പൈസി ചില്ലി പൗഡർ, സോൾട്ട്, ലൈം കോക്കനട്ട് ഓയിൽ ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഒരു വീക്കിലോട്ട് ചെറുതായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കുറേ കൂടെ നമുക്ക് വീക്ക്ലി കുക്കിംഗ് ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തന്നെ വലിയ ടെൻഷനില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുറച്ച് മീനും ഈ സെയിം മാരിനേഷനിൽ തന്നെ മാരിനേറ്റ് ചെയ്യും. മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ 2 രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഒരെണ്ണം നമ്മുടെ യൂഷ്വൽ ചില്ലി പൗഡറൊക്കെ ആയിട്ടുള്ള മാരിനേഷനും, രണ്ടാമത്തെ പെപ്പറും ടേമറിക് പൗഡറും സോൾട്ടുമായിട്ടുള്ള മാരിനേഷനും. ജാമിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് വേണ്ടത്. അത് ചൂടാറി കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള ബോട്ടിലാക്കി റെഫ്രിജറേറ്റ് ചെയ്യുക. ഇതൊരു 1.5 വീക്സൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ. ഇതുപോലെ ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി കുക്കിംഗ് കുറേ കൂടി ഈസിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ തന്നെ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഈ ഒരു ജാമിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൈനാപ്പിൾ ആഡ് ചെയ്യാതിരിക്കുവാണ് നല്ലത്. ബിക്കോസ് അതിൻ്റെ കുക്കിംഗ് ടൈം കുറച്ചും കൂടി വ്യത്യാസമുള്ള കാരണം പൈനാപ്പിൾ ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഗ്രീൻ ഗ്രേപ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന കാരണം കുറച്ച് പുളി ഉണ്ടാവും. അപ്പോൾ ലൈം ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഈ പിക്കിൾ ഷാലറ്റ്സ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അത് ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലത് മസ്റ്റാണ്.